ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 15. ഊരാളുങ്കൽ വിസ്മയം ശതാബ്ദി നിറവിൽ. 1925 ഫെബ്രുവരി 13 കോഴിക്കോട് ജില്ലയിലെ ഊരാളുങ്കലിലെ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂലധനം 36 പൈസ. വാഗ്ഭടാനന്ദൻ എന്ന നവോത്ഥാന നായകന്റെ പ്രേരണയിലാണ് അധസ്ഥിതരായ തൊഴിലാളികൾ അന്തസ്സുറ്റ ജീവിതം കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ട് ഇങ്ങനെയൊരു സംഘം രൂപീകരിച്ചത്. വെറും 16 പേർ തുടങ്ങിയ ആ സംഘം ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായി ലോകമറിയുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രസിദ്ധീകരിക്കുന്ന വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ മേഖലാ റാങ്കിങ്ങിൽ വ്യവസായ യൂട്ടിലിറ്റീസ് സഹകരണ സംഘങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സ്പെയിൻ ആസ്ഥാനമായ കോർപ്പറേഷൻ മോൺഡ്രാഗണിന് തൊട്ടു താഴെ. ഇന്നത്തെ കോഴിക്കോട് ജില്ലയുടെ വടക്കും കണ്ണൂരിന്റെ തെക്കുമുള്ള പ്രദേശങ്ങളുടെ 100 വർഷത്തെ ചരിത്രം ഈ സംഘവുമായി ഇഴചേർന്ന് കിടക്കുന്നു. ജാതീയമായ അടിച്ചമർത്തലുകളെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടിയെത്തിയ യുവാക്കളായ തൊഴിലാളികളോട് വരൂ നമുക്കൊരു ആശ്രമം തുടങ്ങാമെന്നായിരുന്നില്ല വാഗ്ഭടാനന്ദൻ പറഞ്ഞത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത ആ ഗുരുവിന് തൊഴിലാളിയുടെ അധ്വാന ശേഷിയെക്കുറിച്ചും അതിനെ സർഗപരമായി വിനിയോഗിച്ചാൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടായിരുന്നു. 1917 റഷ്യയിലെ മഹത്തായ ഒക്ടോബർ വിപ്ലവ വിജയത്തെക്കുറിച്ചും തുടർന്ന് സോവിയറ്റ് യൂണിയന്റെ അത്ഭുതകരമായ വളർച്ചയെക്കുറിച്ചും കേട്ടറിഞ്ഞിട്ടുണ്ടാകണം പുരോഗമനേച്ഛുവായ ആ കർമ്മയോഗി. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്നു പറഞ്ഞ വാഗ്ഭടാനന്ദനാണ് ഇന്നും ഈ സഹകരണ വിസ്മയത്തിന്റെ പ്രചോദനം. തൊഴിലാളികൾ തന്നെ അതിന്റെ ഉടമകളായി. ജന്മിമാർക്കു മുന്നിൽ ഓച്ചാനിച്ചു നിന്നവർ അന്തസ്സുള്ള ജീവിതം കെട്ടിപ്പടുത്തു. സ്വകാര്യ കരാറുകാരുടെ ചൂഷണത്തിൽ വലഞ്ഞിരുന്ന തൊഴിലാളികളെ ദാരിദ്ര്യവും പട്ടിണിയും പിടികൂടിയ കാലമായിരുന്നു അത്. നിരത്തുകളുടെയും മീൻചാപ്പകളുടെയും പാണ്ഡികശാലകളുടെയും കൃഷിക്കളങ്ങളുടെ കയ്യാലകളുടെയും തോടിന്റെ ഭിത്തികളുടെയും നിർമ്മാണത്തിലൂടെ ഈ സംഘം വിപുലീകരിക്കപ്പെട്ടു. 1924 പ്രളയത്തിൽ മലബാറിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു നാടിനെ തന്നെ വീണ്ടെടുക്കുന്നതായി. ഇന്ന് കേരളത്തിന്റെ വികസനത്തിന്റെ ഓരോ പന്ഥാവിലും ULCCSന്റെ മുദ്ര ചാർത്തപ്പെട്ടിരിക്കുന്നു. പ്രഖ്യാതമായ തങ്ങളുടെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ ഊർജ സ്രോതസ്സാക്കി ആധുനിക കാലത്തെ ഏറ്റവും പുതിയ പ്രവണതകളുമായി ചേർന്നു പോവുകയാണ് ഈ സ്ഥാപനം. 70,000 കിലോമീറ്റർ റോഡ്, 370 പാലം, 3000 കെട്ടിടം, 1987 മറ്റ് നിർമ്മാണങ്ങൾ പിന്നിട്ട് മുന്നേറുകയാണ്. 700 പദ്ധതി നിലവിലുണ്ട്. അദാനി ഗ്രൂപ്പിനെയും മറികടന്നുകൊണ്ട് കരാറുകൾ നേടാൻ പര്യാപ്തമായ വിധം അത് വളർന്നിരിക്കുന്നു. കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള ജനകീയ ബദലാണിത്. 18,000 പേർക്ക് തൊഴിൽ നൽകുന്ന ULCCSന് ഇന്ന് സർക്കാരും KSRTCയും KSEBയും കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായി മാറിയത് പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയും തൊഴിൽ ശേഷിയും സമുന്നയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ ഭാവനാ സമ്പന്നത കൊണ്ടുകൂടിയാണ്. 5000 ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന സൈബർ പാർക്ക് അതിന്റെ മികച്ച ഉദാഹരണമാണ്. ജിനോം ഗവേഷണത്തെയും റോബോട്ടിക്സിനെയും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള പുതിയ സംരംഭങ്ങളിലേക്ക് ഒരുങ്ങുകയാണ്. വൻകിട നിർമ്മാണങ്ങളിൽ പുലർത്തുന്ന പ്രൊഫഷണൽ സമീപനം രാജ്യത്തിനാകെ അഭിമാനമാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങുന്ന ബൈപ്പാസിലെ ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന 17 കോടി രൂപ സംസ്ഥാന സർക്കാരിന് തിരിച്ചേൽപ്പിച്ചതും 18 മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് കരുതിയ കൊച്ചിയിലെ പാലാരിവട്ടം പാലം 6 മാസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തീർത്തുകൊടുത്തതും ULCCSന് മാത്രം അവകാശപ്പെട്ട നേട്ടങ്ങൾ. പലവിധ മാർഗങ്ങളിലൂടെ ഈ സഹകരണ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് 100ാം വാർഷികാഘോഷങ്ങൾ. സുതാര്യതയും അഴിമതിരഹിതവുമായ പ്രവർത്തനം തുടരുന്ന ULCCSന് ദേശാഭിമാനിയുടെ അഭിവാദ്യം.